ഹലോ മുത്തോളം എന്തൊക്കെ പാട് സുഖമല്ലേ? ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ലോങ് വീഡിയോസ് ചെയ്യാറില്ല, ഷോർട്ട് വീഡിയോസ് മാത്രമേ ചെയ്യാറുള്ളൂ. വേറെ ഒന്നുമല്ല, ഒന്നാമത് ടൈമില്ല, ഓരോ തിരക്കും കാര്യങ്ങളും, പിന്നെ എഡിറ്റിങ് കാര്യങ്ങളായിട്ട് ഒരുപാട് നേരം അതിന് നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഷോർട്ട് വീഡിയോസിൽ ഒതുങ്ങി. അപ്പോൾ തോന്നി ഒരു ലോങ് വീഡിയോസ് ചെയ്യണമെന്ന് ഇങ്ങനെ മനസ്സിൽ കുറച്ചായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ 2-3 ടീംസ് എന്നോട് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ബ്രോ നിങ്ങൾ കട്ട മമ്മൂക്ക ഫാനല്ല, മമ്മൂക്കേനെ കുറിച്ചിട്ട് 2-3 കാര്യങ്ങൾ നീ ഒന്ന് ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു 2 മാസമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അപ്ഡേഷനും കാര്യങ്ങളും ഇല്ല. നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊന്ന് സംസാരിക്കുമോ വെച്ചു. നിങ്ങൾ വീഡിയോയിലൊന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചു ഏതായാലും വീഡിയോസ് ചെയ്യണില്ല, അപ്പോൾ എന്നാൽ മമ്മൂക്കയുടെ ആ കാര്യങ്ങൾ തന്നെ സംസാരിക്കാൻ വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മമ്മൂക്ക ഇപ്പോൾ 2 മാസമായിട്ട് അദ്ദേഹം ശാരീരിക അസ്വസ്ഥത കൊണ്ട് റെസ്റ്റിലാണ്. മൂവിയൊന്നും അദ്ദേഹം തൽക്കാലത്തിന് സ്റ്റോപ്പ് ചെയ്തിരിക്കുക. അദ്ദേഹം ലാസ്റ്റായിട്ട് അഭിനയിച്ച മൂവിയാണ് നമ്മളെ മഹേഷ് നാരായണൻ്റെ മൂവി. അതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കാണുന്നവർ മാക്സിമം സ്കിപ്പ് ചെയ്യാതൊന്ന് കാണും. വേറെ ഒന്നുമല്ല, ഞാൻ പറയുന്നത് ഫസ്റ്റും ലാസ്റ്റും കണ്ടിട്ട് അതിൻ്റെ സെൻറ്ററിൽ എന്താ പറയുന്നത് നിങ്ങൾ മനസ്സിലാവില്ല. അപ്പോൾ മാക്സിമം അധികം ഞാൻ ഓവർ ലെങ്ത്ത് ഇടാറില്ല. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റിനുള്ളിൽ നമ്മൾ വീഡിയോസ് മാക്സിമം കഴിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് ജസ്റ്റ് കാണാം, എന്നാലത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. സംഭവം എന്താ വെച്ചാൽ നമ്മുടെ മമ്മൂക്ക ലാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവി നമ്മുടെ മഹേഷ് നാരായണൻ്റെ MMN എന്ന് പറഞ്ഞ മൂവിയാണ്. അതിൽ മമ്മൂക്ക ഉണ്ട്, അതുപോലെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര ഇവരൊക്കെ അഭിനയിക്കുന്ന ഒരു മൾട്ടി സ്റ്റാർ മൂവിയാണ്. മമ്മൂക്ക തന്നെയാണ് മെയിൻ റോളിൽ. ലാലേട്ടൻ ഒരു ഗസ്റ്റ് റോൾ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ മമ്മൂക്കയ്ക്ക് ഒരു ശാരീരിക പ്രശ്നം വന്നു. അദ്ദേഹത്തിന് എന്താ വെച്ചാൽ ഒരുപാട് ലൊക്കേഷൻ മാറി മാറി വന്നുകൊണ്ട് അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥത വന്നു. അതായത് നമ്മുടെ ക്ലൈമറ്റ് മാറുമ്പോൾ നോർമലി നമുക്ക് വരുന്ന കഫക്കെട്ട്, പനി അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പിന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയ ഒരാളായതുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹം ഡോക്ടറെ കണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പ്രശ്നങ്ങളാണ്, വേറെ വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എന്തായാലും ഒന്ന് റെസ്റ്റ് എടുക്കണം, ഒരു 2-3 ആഴ്ച റെസ്റ്റ് എടുക്കണം. മമ്മൂക്കല ആൾ പുള്ളി അത്രക്കും അദ്ദേഹത്തിന് ഹെൽത്ത് നോക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്താ വെച്ചാൽ ഈ മൂവി തൽക്കാലം ഒന്ന് ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്തിട്ട് മമ്മൂക്ക റെസ്റ്റിന് ഇരിക്കണം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലെ വീട്ടിലാണ് റെസ്റ്റ്. അദ്ദേഹം ദുൽഖറൊക്കെ ഉണ്ട്. ദുൽഖർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ന്യൂ മൂവി ആയാം ഗെയിം എന്ന മൂവിയിലിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മമ്മൂക്കയുടെ ഇനി ഇറങ്ങാൻ പോണ മൂവിയാണ് കളങ്കാവൽ. അത് മെയ് 25-26 റിലീസാവേണ്ട മൂവിയാണ്. പക്ഷേ അദ്ദേഹത്തിന് മമ്മൂക്കയുടെ ഒരു പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഡയറക്ടർ അത് വേണ്ടാന്ന് വെച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ മിക്കവാറും ഈ പടം റിലീസ് വരിക ഒരു പെരുന്നാൾ റിലീസായിട്ട് ചാൻസ്, മേ ബി ചിലപ്പോൾ അത് ജൂലൈയിലേക്ക് മാറാം. എന്തായിരുന്നാലും മമ്മൂക്ക ഈ മാസം ലാസ്റ്റാണ് അദ്ദേഹം മഹേഷ് നാരായണൻ്റെ ഷൂട്ടിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെന്താ വെച്ചാൽ അദ്ദേഹത്തോട് ഡോക്ടർ പറഞ്ഞാൽ എന്താ വെച്ചാൽ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് എന്താ പറയുക ബോഡി ഒന്ന് സെറ്റായതിനു ശേഷം മാത്രം നിങ്ങൾ അഭിനയിച്ചാൽ മതി എന്നുള്ളൊരു സജഷൻ കൊണ്ട് അദ്ദേഹം ഒരു ജൂൺ 15-ാം തീയതിക്ക് ശേഷമൊക്കെ അദ്ദേഹം എന്തായാലും ഷൂട്ടിൽ വരും. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഏകദേശം എന്നല്ല അത്യാവശ്യം ഓക്കെ ആയി. പിന്നെ അദ്ദേഹം ഒന്ന് റെഡി ആയിട്ട് പിന്നെ വരാമെന്ന് വെച്ചു. മാത്രമല്ല കളങ്കാവിൻ്റെ ഡബ്ബിങ്ങും തീർന്നില്ല. അപ്പോൾ ആദ്യം കളങ്കാവിൻ്റെ ഡബ്ബിങ് ആയിക്കാരം അദ്ദേഹം തീർക്കാൻ. അതിനുശേഷം മഹേഷ് നാരായണൻ്റെ മൂവിയും, അതിനുശേഷം ഒരുപാട് മൂവീസ് ഉണ്ട്. അമൽ നീരദിൻ്റെ മൂവിയുണ്ട്, അതുപോലെ നിതീഷ് സഹദേവൻ്റെ മൂവിയുണ്ട്. ഒരുപാട് ന്യൂ ഡയറക്ടേഴ്സിൻ്റെ മൂവിയുണ്ട്, ഓൾഡ് ഡയറക്ടേഴ്സിൻ്റെ എല്ലാവരും മൂവീസും അദ്ദേഹത്തിന് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അദ്ദേഹം ഇതൊന്ന് റെഡി ആയാൽ പഴയ ആർജവത്തോടെ അദ്ദേഹം തിരിച്ചു വരും. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട. ഞാൻ എന്നോട് ഇതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രം സംസാരിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങളോട് വീഡിയോ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് ഞാൻ ലോങ് ആക്കി വെറുപ്പിച്ചിട്ടൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ വിജയം. നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും അത് നമുക്കൊരു പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പറയുന്നതാണ് അതിൻ്റെ ശരിയെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ആളാണ്. കാരണം നിങ്ങളൊരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുമ്പോൾ നിങ്ങൾ സത്യമാണ്, അല്ലാതെ നിങ്ങളൊരു കുറ്റമല്ല. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും നിങ്ങളെ എന്താ പറയുക ഒരു നിരുത്സാഹപ്പെടുത്തലൊക്കെ ഞാൻ ഏറ്റെടുക്കുന്ന ആളാണ്. അതുകൊണ്ട് വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം.